ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബോണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു നല്ല കട്ടിയിലൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കട്ടിയിലാണ് കലക്കിയെടുത്തിട്ടുള്ളത്. തീരെ ലൂസ് ആവാതെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊന്ന് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങും അതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതേപോലെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മേൽഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതേപോലെ മാവൊന്ന് ആക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ ബോണ്ടിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോണ്ടൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.